ലോകചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ അധ്യായങ്ങളിലൊന്നാണ് ഒപ്പിയം യുദ്ധങ്ങൾ. ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്ന ചൈനയിലെ ക്വിങ് രാജവംശം, മറുവശത്ത് വ്യവസായ വിപ്ലവത്തിലൂടെ കരുത്താർജിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യം. ഈ യുദ്ധം വെറുമൊരു മയക്കുമരുന്ന് കച്ചവടക്കടത്തിന് വേണ്ടിയുള്ളതായിരുന്നില്ല. അത് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടിയും സ്വതന്ത്ര വ്യാപാരത്തിനായുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ അടങ്ങാത്ത ദാഹവുമായിരുന്നു. ചൈനീസ് ചരിത്രത്തിൽ ഇതിനെ അപമാനത്തിൻ്റെ നൂറ്റാണ്ട് അഥവാ സെഞ്ചുറി ഓഫ് ഹ്യൂമിലിയേഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ചൈനയുടെ രാഷ്ട്രീയവും വിദേശ നയവും രൂപപ്പെടുന്നത് ഈ യുദ്ധങ്ങളുടെ മുറിവിൽ നിന്നാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷുകാർ ചൈനീസ് ടീ, സിൽക്ക്, പൊർക്കേലിയൻ എന്നിവയുടെ വലിയ ആരാധകരായി മാറി. എന്നാൽ ചൈനയ്ക്ക് പകരമായി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളൊന്നും വേണ്ടായിരുന്നു. അതിനാൽ ബ്രിട്ടൻ്റെ കയ്യിലുള്ള വെള്ളി വൻതോതിൽ ചൈനയിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഈ സാമ്പത്തിക നഷ്ടം നികത്താൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കണ്ടെത്തിയ വിനാശകരമായ മാർഗമായിരുന്നു ഒപ്പിയം അഥവാ കറുപ്പ്. ബംഗാളിലും ബീഹാറിലും ഉൽപ്പാദിപ്പിച്ചിരുന്ന കറുപ്പ് ബ്രിട്ടീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് കള്ളക്കടത്തായി എത്തിക്കാൻ തുടങ്ങി. 1830കളോടെ പ്രതിവർഷം 30,000-ത്തിലധികം കറുപ്പ് പെട്ടികൾ ചൈനയിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഇത് ചൈനീസ് ജനതയെ ലഹരിക്ക് അടിമകളാക്കുക മാത്രമല്ല, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർത്തു. ലഹരി പടരുന്നതും വെള്ളി രാജ്യം വിട്ടു പോകുന്നതും തടയാൻ ദൗഗ്വാങ് ചക്രവർത്തി കടുത്ത നടപടികൾ സ്വീകരിച്ചു. 1838 അദ്ദേഹം ലിൻ സെക്സു എന്ന ഉദ്യോഗസ്ഥനെ കമ്മീഷണറായി നിയമിച്ചു. ലിൻ വിക്ടോറിയ രാജ്ഞിക്ക് ഒരു കത്തെഴുതി. നിങ്ങളുടെ രാജ്യത്ത് നിരോധിച്ചിരിക്കുന്ന ഈ വിഷം എന്തിനാണ് ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. മറുപടി ലഭിക്കാതിരുന്നതോടെ 1839 ജൂണിൽ ലിൻ കാൻഡണിലെ വിദേശ വ്യാപാരികളിൽ നിന്ന് ഏകദേശം 20,000 പെട്ടി കറുപ്പ് പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഇത് ബ്രിട്ടീഷ് വ്യാപാരികളെ പ്രകോപിപ്പിച്ചു. ബ്രിട്ടീഷ് ഗവൺമെൻറ് തങ്ങളുടെ വ്യാപാര താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1839 ആദ്യത്തെ വെടിമുഴങ്ങി. ബ്രിട്ടീഷിൻ്റെ പക്കൽ ആധുനിക നീരാവി കപ്പലുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നെമസിസ് എന്ന ഇരുമ്പ് കപ്പൽ ചൈനീസ് യുദ്ധക്കപ്പലുകളെ അനായാസം തകർത്തു. 1840 ജൂണിൽ ബ്രിട്ടീഷ് സൈന്യം ഹോങ്കോങ് ദ്വീപ് പിടിച്ചെടുത്തു. തുടർച്ചയായ തോൽവികൾക്കൊടുവിൽ 1842 ഓഗസ്റ്റിൽ ചൈനയ്ക്ക് സന്ധി ചെയ്യേണ്ടി വന്നു. ഇതാണ് നാൻജിങ് ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം ചൈന 21 ദശലക്ഷം വെള്ളി ഡോളർ നഷ്ടപരിഹാരം നൽകണം. ഹോങ്കോങ് ദ്വീപ് ബ്രിട്ടന് വിട്ടുകൊടുക്കണം. കാൻഡൻ, ഷാങ്ഹായ് തുടങ്ങിയ 5 തുറമുഖങ്ങൾ വ്യാപാരത്തിനായി തുറന്നു കൊടുക്കണം. അങ്ങനെ ഒന്നാം യുദ്ധം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടും ചൈനയിലെ വിദേശ വിരുദ്ധ മനോഭാവം കുറഞ്ഞില്ല. 1856 ആരോ ഇൻസിഡൻറ്റ് എന്ന സംഭവം ഉണ്ടായി. ബ്രിട്ടീഷ് പതാകയ്ക്ക് കീഴിൽ സഞ്ചരിച്ചിരുന്ന ആരോ എന്ന കപ്പലിൽ ചൈനീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും പതാകയെ അവഹേളിക്കുകയും ചെയ്തു എന്നാണ് ബ്രിട്ടൻ ആരോപിക്കുന്നത്. ഇത്തവണ ബ്രിട്ടനോടൊപ്പം ഫ്രാൻസും ചേർന്നു. 1858 അവർ തിയാൻജിൻ ഉടമ്പടിയിലൂടെ കൂടുതൽ ആനുകൂല്യങ്ങൾ പിടിച്ചുവാങ്ങി. എന്നാൽ ചൈനീസ് രാജസഭ ഇതിനെ എതിർത്തതോടെ യുദ്ധം ബീജിങ്ങിലേക്ക് പടർന്നു. 1860 ബ്രിട്ടീഷ് ഫ്രഞ്ച് സൈന്യം ബീജിങ്ങിൽ പ്രവേശിച്ചു. സമാധാന ചർച്ചകൾക്കായി പോയ പ്രതിനിധികളെ ചൈന തടവിലാക്കിയതിനെ പ്രതികാരമായി ബ്രിട്ടീഷ് സൈന്യം ചക്രവർത്തിയുടെ ഓൾഡ് സമ്മർ പാലസ് കൊള്ളയടിക്കുകയും തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. ഏകദേശം 3500 സൈനികൾ ചേർന്ന് ദിവസങ്ങളോളം ആ കൊട്ടാരം കത്തിച്ചു. യുദ്ധം അവസാനിച്ചത് ബീജിംഗ് കൺവെൻഷനിലൂടെയാണ്. ഇതിലൂടെ കൗലൂൺ എന്ന പ്രദേശം കൂടി ബ്രിട്ടന് ലഭിച്ചു. ക്രിസ്ത്യൻ മിഷനറിമാർക്ക് സംരക്ഷണം നൽകാനും ഒപ്പിയം വ്യാപാരം നിയമവിധേയമാക്കാനും ചൈന നിർബന്ധിതരായി. ഈ യുദ്ധങ്ങൾ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെയും ഭരണകൂടത്തിൻ്റെ വിശ്വസ്തതയെയും തകർത്തു. ഇത് പിന്നീട് നടന്ന തായ്പിങ് കലാപത്തിനും 1911 വിപ്ലവത്തിനും കാരണമായി. ഹോങ്കോങ് 1997 വരെ ബ്രിട്ടീഷ് കോളനിയായി തുടർന്നു. ഇന്നും ചൈനയിലെ സ്കൂളുകളിൽ ഒപ്പിയം യുദ്ധങ്ങൾ പഠിപ്പിക്കുന്നത് പാശ്ചാത്യ അധിനിവേശത്തിൻ്റെ ക്രൂരതകൾ ഓർമ്മിപ്പിക്കാനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്ന് തകർന്നടിഞ്ഞത് വെറുമൊരു ചെടിയുടെ പൂവിൽ നിന്നുള്ള ലഹരിക്ക് വേണ്ടിയായിരുന്നു എന്നത് ചരിത്രത്തിലെ വലിയൊരു വൈപരീത്യമാണ്.
ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.